ഇരിക്കൂ. മാത്യൂസേ, ഈ വീട്ടിൽ സാത്താൻ വാസം തുടങ്ങിയിട്ട് കുറെ കാലമായെന്ന് തോന്നുന്നു. ദൈവം വിചാരിച്ചാൽ സാത്താൻ ഇറങ്ങിപ്പോവില്ല. മനുഷ്യൻ പുറത്താക്കിയാലേ പോകൂ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. കാര്യങ്ങളൊക്കെ വേണ്ടപോലെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആണുങ്ങൾക്ക് സമയക്കുറവുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊന്നും വരാൻ പറ്റുന്ന വരികയില്ല. പള്ളിയിൽ പോകുന്നതിനെ പറ്റിയല്ല. പള്ളിയിൽ പോകാൻ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. സ്വമനസാലെ പോയെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെന്താ പറഞ്ഞു വരുന്നത്? ഇവിടത്തെ കുട്ടികളെ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്തതായി വർത്തമാനപത്രങ്ങളിൽ എഴുതി വരുന്നത് സന്തോഷകരമായ കാര്യമല്ലല്ലോ. നിയമലംഘനം വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാലമൊക്കെ മാറി. നിയമങ്ങൾ ഒരുപാടാകുമ്പോൾ ചിലതൊക്കെ ലംഘിക്കാതെ ജീവിക്കാൻ പറ്റുമോ? നിയമം ലംഘിച്ചാൽ എന്തെങ്കിലും പിടിക്കപ്പെടുമെന്ന് കൂടി ഓർക്കണം. അങ്ങനെ നോക്കിയാൽ ആരെയാ പിടിക്കാൻ പറ്റാത്തത്? ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമാ. ബിസിനസ് ചെയ്യുമ്പോൾ നിയമങ്ങൾ വേറെയാ. അതറിയാവുന്നതാണ് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. എത്രയുണ്ടാക്കിയാലും മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ അർത്ഥമില്ലാതെ വരും. എനിക്കൊരു സമാധാനക്കുറവില്ല. ആ പറഞ്ഞത് സത്യമാണോ? ഈ വീടിനെപ്പറ്റി ഓർക്കുമ്പോ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സമൃദ്ധിയുള്ളപ്പോ എല്ലാം ഉള്ളതായി തോന്നും. ഒന്നും ശാശ്വതമല്ലെന്നോർത്താൽ മതി. മനുഷ്യൻ ചിന്തിച്ചുറപ്പിക്കുന്നതിൽ നിന്നും വിപരീതമായിരിക്കും ദൈവനിശ്ചയം പലപ്പോഴും. കോശേ, സമൂഹത്തിന്റെ മുമ്പിൽ കുറ്റവാളി എന്ന് വിളിക്കാൻ ഇടനൽകുന്ന പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതല്ലേ നല്ലത്? ഈ പറയുന്ന പോലെ ഇത് വലിയ കാര്യമൊന്നുമല്ല. അസൂയ കൊണ്ട് ആൾ അതൊന്നും പറയുന്നു എഴുതുന്നു. അല്ല എന്താ? എന്ത് കാര്യവും ന്യായീകരിക്കാൻ സാധിക്കും. പക്ഷേ സത്യം എന്നും സത്യം തന്നെയാണ്. എന്റെ മനസ്സിനാ ഒരു സമാധാനവും ഇല്ലാത്തത്. സണ്ണി പറയുന്നത് അവൻ ഇവിടം വിട്ട് പോണോന്നാ. എങ്ങോട്ട് പോകാൻ? അത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞല്ലോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. പോവുക തന്നെ. നീ പോകുമായിരിക്കും, പക്ഷെ നിന്റെ വീതം തന്നു വിടില്ല. കേൾക്കൂ സണ്ണി, എന്തിനാ ഇവിടം വിട്ട് പോകണമെന്ന് പറയുന്നത്? എനിക്കിവിടെ മടുത്തു. എന്റെ സ്വഭാവത്തിന് പറ്റുന്നില്ലെന്നു. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം വേണം. ഒരു കാര്യസ്ഥനെ പോലെ എനിക്ക് വയ്യ തോട്ടം ചുറ്റി നടക്കാൻ. നിനക്ക് ജോലി ചെയ്യാൻ വയ്യെന്നർത്ഥം. അങ്ങനെയുള്ളവർ എവിടെ പോയാലാണ് നന്നാകുന്നത്? സണ്ണി പ്രായപൂർത്തി എത്തിയ പുരുഷനല്ലേ. സ്വതന്ത്രമായി ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അവൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ആലോചിച്ചോ? ഇഷ്ടം പോലെ വിടാനാണോ പറഞ്ഞു വരുന്നത്? അല്ല, പിതാവെന്ന നിലയിൽ മാത്യൂസിന് അവരെ ഉപദേശിക്കാം. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളാണെങ്കിലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇല്ല, എന്റെ അഭിപ്രായങ്ങളെ ഈ വീട്ടിൽ നടക്കൂ. ഞാൻ കാണിക്കുന്ന വഴിയെ എന്റെ മക്കൾ പോയാൽ മതി. ആ വഴികളൊന്നും എനിക്ക് ഇഷ്ടമല്ലെങ്കിലോ എന്റെ വഴിയിലൂടെ പോകാമെന്ന് ഞാൻ നോക്കട്ടെ. നടക്കില്ല സണ്ണി. ഇരിക്കൂ കുഞ്ഞെ. വേണ്ട. പറയുന്നത് കേൾക്കുമോനെ? സാവകാശമായി ചിന്തിച്ചാൽ എല്ലാറ്റിനും പരിഹാരമുണ്ടാവും. ഞാനെല്ലാം ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. ഞാൻ തീരെ അന്യനല്ല. അന്യനാണെങ്കിൽ കൂടി വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ കടമയാണ്. പരസ്പര സ്നേഹവും ഐക്യവും നഷ്ടപ്പെട്ടാൽ വീട്ടിലെ സന്തോഷം പോകും. പ്രതീക്ഷിക്കാത്തത് പലതും നടന്നെന്ന് വരും. എനിക്ക് ഇത്രയുമേ ഇപ്പോൾ പറയാനുള്ളൂ. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിന്റെ വിദ്വേഷമെല്ലാം മാറിയോ കുഞ്ഞെ? എല്ലാവരെയും സ്നേഹിക്കണം. ദൈവം സ്നേഹമാണ്.
ഇറങ്ങി വരണേ മോളെ. ശരി അമ്മേ. അമ്മ വന്നില്ലേ? ഇറങ്ങുമല്ലോ, തനിയെ പോയിട്ട് വന്നാ മതിയെന്ന് പറഞ്ഞു. അത് നന്നായി. എന്തെങ്കിലുമൊക്കെ പറയാലോ. ഇരിക്കെ. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? വെറുതെ എന്റെ കടയൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. എനിക്കിനി പൗഡറിനും സോപ്പിനും ഒന്നും ഒരു ക്ഷാമവും ഇല്ല. അതെ അതെ, ഇഷ്ടമുള്ള എടുത്തോ. വരട്ടെ. ശരി. ദേവച്ചനെന്താ ഇന്ന് നേരത്തെ? 7 മണി പോലും ആയില്ലല്ലോ. ഉറക്കം വരുന്നു, കിടക്കാൻ പോവാ.
രാജമ്മ ചേച്ചി, രാജമ്മ ചേച്ചി, അമ്മയില്ലേ? അമ്മേ, എന്താ വിശേഷിച്ച് കേറിയിരിക്കെ? വേണ്ട, ഞങ്ങളൊരു ദുഃഖവാർത്ത അറിയിക്കാൻ വന്നതാ. ബാലൻ മരിച്ചുപോയി. എന്റെ ഭഗവതി, എന്തായി കേൾക്കണത്? എന്ത് പറ്റിയതാ? ആരോ കൊണ്ടതാ കടയെ വെച്ച് പണം തട്ടിയെടുക്കാൻ. ആനിയമ്മയാ, രണ്ടുപേരുണ്ട്. അയാൾക്ക് ഈ ബന്ധം വേണ്ടെന്ന്. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് മതിയായി. ഞാൻ തന്നെ ഇവിടെ കൊണ്ട് നേപ്പിക്കണമല്ലോ. തനിയെ വിട്ട വഴി കാണുന്ന വല്ലവനും കൂടെ പോയെങ്കിലോ? പിന്നെ അതിന് ഞാൻ സമാധാനം പറയണമല്ലോ. ഇനി ഇവിടെ തന്നെ നിന്നോട്ടെ, എനിക്ക് മതിയായി. ആൻഡ്രൂസ് അകത്തുവാ. ഈ വീട്ടിൽ ഇനി ഞാൻ കാലുകുത്തൂല്ല. വേണ്ടതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ആൻഡ്രൂസേ, അറിയാ എന്താ അളിയത്? അങ്ങനെ അങ്ങ് പോയാലോ? ഇങ്ങോട്ട് വന്നേ, വേണ്ട. കയറി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോ. വന്നേ അളിയ, ഇങ്ങോട്ട് വരാൻ. വന്നേ, വാ അളിയ. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ തീരുമാനം? ഒന്നുകിൽ ഇവിടെ എനിക്ക് വിഷം തന്നു കൊല്ലും, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കാവുകമാരനെ കൊല്ലും. രണ്ടിലും നടക്കുന്നതിന് മുമ്പ് പിരിഞ്ഞേക്കാന്ന് കരുതി. ഇയാള് വെറുതെ ഓരോന്നുണ്ടാക്കി പറയാ. അത് നിന്റെ സ്വഭാവമാണ്. എന്താ കാര്യം എന്ന് പറ. ഞാനില്ലാത്തപ്പോ എന്റെ കിടക്കരയിൽ ഉറങ്ങുന്നത് വേറെ ആണുങ്ങളാ. പച്ചക്കള്ള. എന്റെ തെളിവുകളുണ്ട്, അത് ഞാൻ കോടതി ഹാജരാക്കും. ഇതൊക്കെ ഇവിടെ നീ ഒറച്ചു വിളിച്ചോണ്ട കാര്യമില്ല. വാ, നമുക്ക് അകത്ത് പോയി സമാധാനമായിട്ട് സംസാരിക്കാം. ഇനിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോകുന്നു. ആ ഗീത പോന്നെങ്കിൽ പോട്ടെ അച്ചായ. അങ്ങനെ അങ്ങ് വിടാൻ നോക്കൂടി. ഇതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ? അകത്ത് വാ ആൻഡ്രൂസേ. ഇല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. You are all criminals and cheats, and you will never change. I made a mistake. Give me the key. കൊടുക്കണ്ടടാ. കോശി, എന്താ ഇത്? എടാ, എടാ മോനെ, എന്താ വാടാ ഇത്? എടാ വിടടാ. കോശി, കോശായ, എന്റെ കർത്താവേ. കോശേ, ഇത് മലയാള കോശേ. വിട് കോശേ. അല്ലടാ, അവന്റെ ഒരു അഹങ്കാരം, അവന് ബന്ധം വേറെ കൊടുക്കണം. അങ്ങനെ പറയുന്ന ഞാൻ എന്തെങ്കിലും കാരണം കാണും. ഒരു കാരണവും ഇല്ല. I made a mistake. I made a mistake. I made a mistake. അളിയൻ സമാധാനപ്പെടുക. I want to go. അളിയൻ പോണെങ്കിൽ പോയിക്കോ. നീ എന്താ നീ പറയുന്നേ? ഇഷ്ടമില്ലാത്തവരെന്തിനാ പിടിച്ചിരുന്നത്? അവൻ പോട്ടറാ. നീ ഞങ്ങളെ കോടതിയിലൊക്കെ കയറ്റാൻ പോയാലുണ്ടല്ലോ, ഞാൻ വേറെ വഴി നോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. താക്കോൽ കൊടുക്കണ്ട. ഞാൻ എന്റെ മോക്ക് സ്ത്രീധനം കൊടുത്ത വയലുള്ളതാ. അത് ഇവിടെ കിടന്നോട്ടെ. അവൻ എങ്ങനെയാലും പോട്ടെ. ഇതൊക്കെ കുറെ കൂടുതലാ. എന്ന് പോലെ അളിയനോട് നിനക്ക് ഇത്ര കൂടുതൽ സ്നേഹം? വലിയ പുണ്യാളത്തിൽ നിന്നാ വേണ്ട. എനിക്കറിയാം, പണ്ടേ നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. ആ മതി മതി, പോകത്ത്.